പ്രവർത്തന മികവിലൂടെ നിരവധി അവാർഡുകളാണ് ചുരുങ്ങിയ അളവിൽ കൊച്ചി വാട്ടർ മെട്രോ സ്വന്തമാക്കിയത്. കൊച്ചി വാട്ടർ മെട്രോയുടെ സർവീസ് മികവ് രാജ്യത്തെ 21 സ്ഥലങ്ങളിൽ കൂടി നടപ്പാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ. ലോകബാങ്കും വാട്ടർ മെട്രോ സേവനവുമായി കൈകോർക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. കൊച്ചി വാട്ടർ മെട്രോയെ വിപുലമാക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ ബോട്ട് സർവീസും നടത്താനും തീരുമാനമായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 23 ബോട്ടുകളാണ് നിർമ്മിക്കാൻ കൊച്ചിൻ ഷിപ്പ്യാർഡിന് കരാർ നൽകിയിട്ടുള്ളത്. 19 ബോട്ടുകൾ ലഭിച്ചു. അവശേഷിക്കുന്ന 4 ബോട്ടുകളിൽ 2 നിർമ്മാണം പുരോഗമിക്കുകയാണ്. കൊച്ചി വാട്ടർ മെട്രോ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 15 ടെർമിനലുകളാണുള്ളത്. ഇതിൽ 10 ടെർമിനലുകളിൽ സേവനം ആരംഭിച്ചു കഴിഞ്ഞു. മട്ടാഞ്ചേരി, വില്ലിംഗ്ടൺ ഐലൻഡ് ടെർമിനലുകൾ അടുത്ത മാസം പ്രവർത്തനം ആരംഭിക്കാൻ ലക്ഷ്യമിട്ട് അന്തിമ ജോലികൾ പുരോഗമിക്കുകയാണ്. കുമ്പളം, പുലിയംതുരുത്ത്, കടമക്കുടി എന്നിവിടങ്ങളിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ പണി പൂർത്തിയാക്കി പ്രവർത്തന സജ്ജമാക്കും. ഹൈക്കോർട്ട്, ഫോർട്ട് കൊച്ചി, വൈപ്പിൻ, സൗത്ത് ചിറ്റൂർ, ചേരാനല്ലൂർ, ഏലൂർ, വൈറ്റില, കാക്കനാട് എന്നീ ടെർമിനലുകളിലാണ് 19 ബോട്ടുകളുമായി ഇപ്പോൾ സർവീസ് ഉള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാർ ഹൈക്കോർട്ട്, ഫോർട്ട് കൊച്ചി റൂട്ടിലാണ്. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തെ തുടർന്ന് 11 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പദ്ധതി നടപ്പിലാക്കാനുള്ള സാധ്യതാ പഠനം നടത്തുകയാണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ്. ജമ്മു കശ്മീർ, കർണാടക, ഗോവ, ഒഡീഷ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, പശ്ചിമ ബംഗാൾ, ആസാം, ബീഹാർ, ഉത്തർപ്രദേശ്, കേരളം എന്നീ സംസ്ഥാനങ്ങളിലെയും ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 21 കേന്ദ്രങ്ങളിൽ വാട്ടർ മെട്രോ നടപ്പാക്കാനുള്ള സാധ്യതാ പഠനമാണ് നടത്തുന്നത്. മഹാരാഷ്ട്ര സർക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച് മുംബൈ നഗരത്തിൽ വാട്ടർ മെട്രോ സേവനം നടപ്പാക്കാനുള്ള സാധ്യതാ പഠന റിപ്പോർട്ട് തയ്യാറാക്കി നൽകിക്കഴിഞ്ഞു. കൊച്ചി മെട്രോയുടെ നിലവിലുള്ള വികസന പദ്ധതികൾക്ക് തടസ്സം വരാതെയാണ് പുതിയ കേന്ദ്രങ്ങളിലെ പഠനങ്ങൾ നടത്തുന്നത്. സീ മലയാളം ന്യൂസ്, കൊച്ചി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.